ഇപ്പോൾ മഴക്കാലമാണ്, പിള്ളേരൊക്കെ വെള്ളത്തിൽ കളിക്കുന്നതും ഒക്കെ നമ്മൾ റീൽസൊക്കെ കാണുന്നുണ്ട്. അപ്പം ഇപ്പോൾ വെള്ളത്തിൽ നിന്നിപ്പോൾ ഒരു കുട്ടിക്ക് ഷോക്ക് ഏൽക്കുകയോ അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ വരികയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഈ ഷോക്ക് ഏറ്റാലും മുങ്ങി മരിക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ ആളെ സേവ് ചെയ്യാൻ പോകുമ്പം നമ്പർ 1 ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഓൺ സേഫ്റ്റി, സീൻ സേഫ് ആണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ അതിലേക്ക് ഇറങ്ങുക. പിന്നെ ഈ 2 സിറ്റുവേഷനിലും മുങ്ങിപ്പോയതാണെങ്കിലും ഷോക്കേറ്റതാണെങ്കിലും നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത് ആൾക്ക് മിക്കവാറും സമയത്ത് മിടിപ്പും ശ്വാസവും ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഓക്കെ, ഇതുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാം. ഇല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ നമ്മൾ ഓൾറെഡി എല്ലാവരും അവെയർ ആയിട്ടുള്ളൊരു കാര്യം, ഹാർട്ട് മിടിപ്പില്ലെങ്കിൽ ഉടനെ CPR കൊടുക്കുക എന്നുള്ളതാണ്. അത് പൊതുജനങ്ങളെല്ലാം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഹൃദയമിടിപ്പ് ഉണ്ടോ നോക്കാനുള്ള കാര്യവും ഇല്ലയെന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ CPR ചെയ്തുകൊണ്ട് വേണം ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ. എന്നിരുന്നാൽ മാത്രമേ ഈ മുങ്ങിയ ആളെയും ഷോക്കേറ്റ ആളെയും നമുക്ക് സേവ് ചെയ്യാൻ പറ്റുള്ളൂ. മുങ്ങിക്കഴിഞ്ഞ ആളെ നമ്മൾ പുറത്ത് എത്തിക്കഴിഞ്ഞാൽ ഇടത് ഭാഗത്തോട്ട് ചെരിച്ച് കിടത്തുക. നമ്മൾ ഈ വായിൽ നെഞ്ചിലൊക്കെ അമർത്തി വെള്ളം കളയുന്ന ഒരു ശീലം അതൊന്നും ചെയ്യേണ്ട. അത് ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം മാത്രം ചെയ്താൽ മതി. ഷോക്ക് ഏൽക്കുമ്പോൾ തന്നെ ഷോക്കേറ്റ ആളുടെ ഹൃദയമിടിപ്പിനെയാണ് അത് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹൃദയമിടിപ്പ് നിന്ന് പോയിട്ടുണ്ടെങ്കിൽ CPR കൊടുക്കുക. നമ്മൾ രക്ഷപ്പെടുത്താൻ പോകുന്ന ആൾ സ്വന്തം സേഫ്റ്റിയും കൂടെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും പറയാനുള്ളത്.